ബഹുമാന്യായ യോഗത്തിൻ്റെ അധ്യക്ഷൻ, വൈക്കത്തിൻ്റെ പ്രിയങ്കരിയായ MLA ശ്രീമതി CK ആശാ അവர்கள், ഈ ചടങ്ങ് ഉദ്ഘാടനം ചെയ്യാൻ വേണ്ടി ഇവിടെ എത്തിയിട്ടുള്ള തമിഴ്നാടിൻ്റെ പ്രിയങ്കരനായ ഗതാഗത വകുപ്പ് മന്ത്രി ശ്രീ SS ശിവശങ്കർ അവர்கள், KSRTCയുടെ CMD ശ്രീ PS പ്രമോദ് ശങ്കർ IOS, പ്രിയങ്കരനായ നമ്മുടെ தமிழ்நாட்டிலிருந்து மினிஸ்டருக்கொപ്പം இங்கே வந்து இந்த ஃபங்க்ஷனில் பார்ட்டிசிபேட் பண்ணியிருந்த எல்லா ബ്രദേഴ്സ് ആൻഡ് സിസ്റ്റേഴ്സ്, പ്രിയമുള്ള മാധ്യമ സുഹൃത്തുക്കളെ, സ്നേഹമുള്ള KSRTCയിലെ വൈക്കം ഡിപ്പോയിലെ ജീവനക്കാർ, നമ്മളിവിടെ ഒരു സന്തോഷത്തിൻ്റെ നിമിഷമാണ്. ഏതാനും ആഴ്ചകൾക്ക് മുമ്പ് കേരളത്തിൻ്റെയും തമിഴ്നാട്ടിലെയും ബഹുമാന്യരായ മുഖ്യമന്ത്രിമാർ പെരിയാർ സ്മാരകത്തിൻ്റെ ഉദ്ഘാടനത്തിനായി ഇവിടെ വരുമ്പോൾ അവിടെ വെച്ച് ശ്രീ ഫ്രാൻസിസ് ജോർജ് വേദിയിൽ ഒരു തുണ്ട് കടലാസിൽ എഴുതി കൊടുത്തു. ഒരു ലെറ്റർ പാഡ് കൊണ്ട് കിടക്കണം, നമ്മളങ്ങനെ കൊണ്ട് കിടക്കാറില്ല, ലെറ്റർ പാഡ് എപ്പോഴും തന്നെ ഉണ്ട്, എടുക്കുകയാണ്. അപ്പോൾ തന്നെ സ്റ്റേജിൽ വെച്ച് ചിത്രത്തിൽ ഒരു വണ്ടി വേണം എന്ന് എഴുതി കൊടുത്തു. അപ്പോൾ മിനിസ്റ്റർ ഞാനായിട്ട് സംസാരിക്കുമ്പോൾ മിനിസ്റ്റർ എന്താ പറഞ്ഞു, MP CM கிட்ட கேட்டிருக்கு, ബസ് വേണമെന്ന് ചൊല്ലിയിട്ട് ബസ് റെഡി എന്ന് പറയും. അപ്പോൾ ഫ്രാൻസിസ് ജോർജ് അത് എഴുതി കൊടുത്തപ്പോൾ, പക്ഷെ ഫ്രാൻസിസ് ജോർജിന് ഒരു ചമ്മലുണ്ടായിരുന്നു. കാരണം ഈ കേരള ട്രാൻസ്പോർട്ട് കോർപ്പറേഷനോട് പറഞ്ഞിട്ട് കേൾക്കാത്തതുകൊണ്ടാണോ തമിഴ്നാട് മുഖ്യമന്ത്രിയോട് പറഞ്ഞത് എന്നൊരു സംശയം ഉണ്ടായി. നമുക്കിപ്പോ അതെ KSRTC ബുദ്ധിമുട്ടിക്കേണ്ട എന്ന് വിചാരിച്ചു. കാരണം എൻ്റെ അച്ഛൻ്റെ നേതാവിൻ്റെ മോനാണ്. അപ്പൊ എന്നോടൊരു ചെറിയ കരുണ കാണിച്ചാന്ന് കൂട്ടിയാൽ, അദ്ദേഹത്തിന്റെ പിതാവ് എൻ്റെ അച്ഛൻ്റെ നേതാവായിരുന്നു. His father was the leader of my father. His father was the leader of my father. അപ്പോ നമ്മളെ ബുദ്ധിമുട്ടിക്കേണ്ട എന്ന് വിചാരിച്ചു. അത് അദ്ദേഹം പറഞ്ഞത് ശരിയാണ്, നമുക്കിത് ബുദ്ധിമുട്ടാവും. കാരണവശാൽ ഈ 2 മണിക്കൂർ കൊണ്ട് ഈ വണ്ടി തമിഴ്നാട് കിടക്കും. പിന്നെ തമിഴ്നാട് വഴിയാണ് വണ്ടി പോകുന്നത്. 2 കാരണങ്ങളുണ്ട്. ഒന്ന്, നമ്മളെ ഡ്രൈവർമാരും കണ്ടക്ടർമാരും ആരെയും നിർത്തി കയറ്റത്തില്ല തമിഴ്നാട്ടിൽ. അതൊന്ന്. 2, തമിഴ്നാട്ടിലുള്ളവർ നമ്മളെ വണ്ടി കയറാൻ അത്ര ഒരു സുഖം കാണിക്കുന്നില്ല. കാരണം നമ്മളെ വണ്ടികൾ പലതും പഴയതായതുകൊണ്ടായിരിക്കാം, അത്ര ഒരു വഴി കിടക്കൊന്നും പേടിയുണ്ടായിരിക്കാം. ഉള്ള കാര്യം നമ്മളൊക്കെ പറയണമല്ലോ. അപ്പൊ തമിഴ്നാട് SCTCയുടെ വണ്ടി കാണുമ്പോൾ കയറാനുള്ള ഒരു ടെൻഡൻസി തമിഴ്നാട്ടിലുള്ളവർക്കുണ്ട്. അപ്പൊ ഈ വണ്ടി വിജയകരമായിരിക്കും എന്നേ സംശയമില്ല തമിഴ്നാട്. പക്ഷെ നമ്മളിതേ വണ്ടി ഓടിച്ചാൽ ചിലപ്പോൾ കൈ പൊള്ളും, ചിലപ്പോഴല്ല പൊള്ളും. കാരണം ചേർത്തലയിൽ നിന്ന് വേളാങ്കണ്ണിക്ക് ഒരു വണ്ടി പോകുന്നുണ്ടായിരുന്നു. അത് ശരിക്കും നഷ്ടത. ഞാൻ ഇവിടെ വന്ന് ഇറങ്ങിയപ്പോൾ അവിടുത്തെ MLA മന്ത്രിയുമായ പ്രസാദിന്റെ നിർദ്ദേശപ്രകാരം ചർച്ചിലെ അച്ഛൻ ഇവിടെ വന്ന് എന്നെ കണ്ടായിരുന്നു പള്ളിയിൽ നിന്ന്. അപ്പൊ അതിന് എനിക്ക് തോന്നിയൊരു ബുദ്ധി, പെട്ടെന്ന് തോന്നിയ അച്ഛൻ വന്ന സ്ഥിതിക്ക് എനിക്ക് തോന്നിയൊരു ബുദ്ധി, ഈ വണ്ടി പുറപ്പെടുന്ന സമയം നോക്കിയിട്ട് ചേർത്തലയിൽ നിന്ന് ഒരു വണ്ടി ഇവിടെ റീച്ച് ചെയ്താൽ അതിലുള്ളവർക്ക് ഇതിൽ കയറി പോകാമല്ലോ, ഇതെങ്കിലും നിലനിൽക്കും. അപ്പൊ അങ്ങനെ ചെയ്യുന്നതാണ് നമ്മൾ. എല്ലാവരും വാശി പിടിച്ചിട്ട് എല്ലാവർക്കും എല്ലാ സ്റ്റേഷനിൽ നിന്നും വേളാങ്കണ്ണിക്ക് പോകണം എന്ന് പറഞ്ഞാൽ നമുക്ക് ആളെ കിട്ടുന്നില്ല. അപ്പൊ അതുകൊണ്ട് നമ്മൾ ഈ ബസ് പുറപ്പെടുന്ന സമയം നോക്കിയിട്ട് ചേർത്തലയിൽ നിന്നൊരു വണ്ടി അവിടെ പള്ളിയിൽ നിന്ന് പറയുകയാണെങ്കിൽ വണ്ടി ഇതിനെ കണക്ട് ചെയ്തിട്ട് കൊടുക്കാം. അപ്പൊ നമുക്ക് ഈ ബസ് നന്നായി പോകും, ഇതിൽ കളക്ഷൻ ഉണ്ടാവും, നമുക്ക് വലിയ പ്രശ്നമില്ല. നമുക്കൊരു വണ്ടി ഓടി വരുന്നതേ ഉള്ളൂ. തീർച്ചയായിട്ടും അത് ആയിരിക്കും ലാഭകരമാണ്. ഇവിടുന്ന് വേളാങ്കണ്ണി വരെ KSRTCയിൽ ഒരു വണ്ടി ഓടുക എന്ന് പറഞ്ഞാൽ കിലോമീറ്റർ ഏതാണ്ട് 1000-600 കിലോമീറ്റർ കൂടുന്നു. അപ്പൊ അത് ഓടിയിട്ട് നമുക്കത് മുതലാവില്ല. തീർച്ചയായിട്ടും തമിഴ്നാട് കോർപ്പറേഷൻ ഇത്തരത്തിലൊരു മുൻകൈ എടുത്തു. അദ്ദേഹത്തിന്റെ മുഖ്യമന്ത്രി നിർദ്ദേശപ്രകാരം ബഹുമാനപ്പെട്ട മന്ത്രി നമുക്ക് ഈ വണ്ടി അനുവദിച്ചു തന്നു. വളരെ സന്തോഷമുള്ള കാര്യമാണ്. ഞാൻ അദ്ദേഹത്തോട് ഒരു കാര്യം അദ്ദേഹത്തോട് റിക്വസ്റ്റ് ചെയ്തു. കാരണം വെച്ചാൽ നമ്മൾ തമിഴ്നാട് ട്രാൻസ്പോർട്ട് കോർപ്പറേഷന് വേണ്ടിയിട്ട് ശ്രീ മോഹൻ MD കഴിഞ്ഞ ദിവസം ശബരിമലയിൽ വെച്ച് എന്നെ കണ്ടിരുന്നു, പമ്പയിൽ വെച്ച് ഒരു മീറ്റിംഗ് ഉണ്ടായിരുന്നു. അദ്ദേഹം എല്ലാ മാസവും 1-ാം തീയതി തമിഴ്നാട്ടിൽ മദ്രാസിൽ നിന്നും ചെന്നൈയിൽ നിന്ന് എല്ലാ സ്ഥലത്തുനിന്നും 5 ദിവസത്തേക്ക് ഡെയിലി 10 വണ്ടി വീതം 1-ാം തീയതി നട തുറക്കുമ്പോൾ പെർമിറ്റ് തരണം എന്ന് അദ്ദേഹം പറഞ്ഞു. അപ്പൊ ഞാനൊരു റിക്വസ്റ്റ് മന്ത്രിയോട് വെച്ചു, നമ്മൾ അത് തരാൻ റെഡി. പക്ഷെ നമുക്ക് ഈ തത്തുല്യമായ കിലോമീറ്റർ ഒന്നും വേണ്ട, കിലോമീറ്റർ വെച്ച് കാൽക്കുലേറ്റ് ചെയ്യാൻ പറ്റില്ല. തത്തുല്യം 50 പെർമിറ്റാണ് കൊടുക്കുന്നത്. മദ്രാസിൽ നിന്ന് ഓടിക്കാം, എവിടെ നിന്നാണെങ്കിലും ഓടിക്കാം. അത് തമിഴ്നാട് ട്രാൻസ്പോർട്ട് കോർപ്പറേഷൻ. പകരം ഈ 50 പെർമിറ്റ് ഒരു മാസത്തിൽ ഞങ്ങൾക്ക് ബഡ്ജറ്റ് ടൂറിസം ഓടിക്കാൻ വേണ്ടി, അതായത് ഇപ്പൊ ഉദാഹരണത്തിന് ചേർത്തലയിൽ നിന്നൊരു വണ്ടി കൊടൈക്കനാലിലേക്ക് പോകാൻ വേണ്ടി ഒരു സാറ്റർഡേയിൽ ഒരുങ്ങിയാൽ അതിനുള്ള പെർമിറ്റ് തരാം. We need only that permit, only for that day itself. That's all. Only for one day. നമ്മൾ അങ്ങേ ഇരുന്ന് ആരെയും ബസ്സിൽ എത്തണില്ല, അന്തമാരി ടിക്കറ്റ്സ് ഒന്നുമില്ല. അങ്ങനെ ഇങ്ങനെ ഇരുന്ന് സ്ട്രൈറ്റ് ടിക്കറ്റ്, ഇങ്ങനെ ബഡ്ജറ്റ് ടൂറിസം ബസ് ഫുള്ളായി ഇങ്ങനെ ഇരുന്ന് കൊടൈക്കനാൽ വേളാങ്കണ്ണി
ഊട്ടിയുണ്ട്, പിന്നെ രാമേശ്വരം, ആറ്റിങ്ങര പള്ളി, ഇങ്ങനെ ഉള്ള സ്ഥലങ്ങളിലേക്ക് പോകാൻ വിവിധ സ്ഥലങ്ങളിൽ നിന്നുള്ള പെർമിറ്റ് മതിയാവും. അപ്പൊ അതുകൊണ്ട് അദ്ദേഹം അത് സമ്മതിച്ചാൽ ഈ 50 പെർമിറ്റ് ശബരിമല ദിവസങ്ങളിൽ 5 ദിവസത്തേക്ക് ഓക്കെയാണ്, നമുക്കിപ്പോ ഓക്കെയാണ്. അപ്പൊ അത് അദ്ദേഹം മിനിസ്റ്റർ കൗണ്ടർ പെർമിറ്റിന്റെ കാര്യം ഒരു തീരുമാനം എന്ന് പ്രസംഗിക്കാൻ പറഞ്ഞാൽ മതി, അത് ഓക്കെയാണ് കാര്യങ്ങൾ ത്രൂ. അതുപോലെ അദ്ദേഹത്തോട് റിക്വസ്റ്റ് ചെയ്യാൻ വെച്ചിരുന്നു, ഈ ആര്യങ്കാവ് ബസ് ഡിപ്പോ നമ്മൾ തമിഴ്നാടിന്റെ അതിർത്തിയിലാണ്. ഈ അന്തർ സംസ്ഥാന എഗ്രിമെന്റിന്റെ ഭാഗമായിട്ട് തമിഴ്നാട് ട്രാൻസ്പോർട്ട് കോർപ്പറേഷന്റെ വണ്ടിക്ക് നമ്മുടെ അതിർത്തിയിലേക്ക് കയറി. അപ്പൊ കർണാടകത്തിനും അത് ചെയ്യാം, നമുക്ക് അങ്ങോട്ടും ചെയ്യാം, 5 കിലോമീറ്റർ ഓടാം. അപ്പൊ തമിഴ്നാട് അതിർത്തി തീരുന്ന ആര്യങ്കാവിലാണ്. അപ്പൊ ആര്യങ്കാവിൽ നിന്ന് ഒരു ടൗൺ ടു ടൗൺ ബസ് അദ്ദേഹം തുടങ്ങണമെന്ന് റിക്വസ്റ്റ് മിനിസ്റ്ററോട് പറഞ്ഞിരുന്നു. അദ്ദേഹം അത് അപ്രൂവ് ചെയ്തിട്ട് അതിന്റെ ഉദ്ഘാടനം നാളെയാണ്. അപ്പൊ ടൗൺ ടു ടൗൺ ബസ് തെങ്കാശിയിൽ നിന്ന് കയറി വന്ന് ആര്യങ്കാവിലെ ആളുകളെ ഇറക്കും. അപ്പൊ 5 കിലോമീറ്റർ അല്ല, 2 കിലോമീറ്റർ ഉള്ളിൽ വരുമ്പോൾ തന്നെ ആര്യങ്കാവ് ബസ് ടെർമിനലായി. അവിടെ ഇറക്കുമ്പോൾ ആ ബസ്സുകളുടെ കണക്ടിവിറ്റി ആയിട്ട് നമ്മൾ പുനലൂരേക്ക് ബസ് ഓടിക്കും. അപ്പൊ ഈ ആര്യങ്കാവ് ബസ് ഡിപ്പോയിലേക്ക് ഇറങ്ങുന്നവർക്ക് ഇല്ല, അപ്പൊ ഫാസ്റ്റ് പോകണമെന്നുള്ളവർക്ക് നമ്മൾ യാത്രക്കാരുടെ എവിടെയാണ് തിരുവനന്തപുരത്ത് പോകാനാണ് ആവശ്യമുണ്ടെങ്കിൽ തിരുവനന്തപുരത്തേക്ക് ബസ് എടുക്കും. അപ്പൊ ഈ പെർമിറ്റിന്റെ പ്രശ്നമില്ല, നമ്മൾ പെർമിറ്റ് കുറഞ്ഞാലും തമിഴ്നാട് ബസ്സുകൾക്ക് പെർമിറ്റ് ഇല്ലാത്ത കാര്യം വരാം. അവിടെ നിന്ന് അതിന്റെ കണക്ഷനായിട്ട് നമുക്ക് വണ്ടികൾ മറ്റു സ്ഥലങ്ങളിലേക്ക് ഓടിക്കാൻ കഴിയും. അപ്പൊ അത് ഒരു പുതിയ യുക്തിയാണ്, ഇതുവരെ ആരും പ്രയോഗിച്ച് നോക്കിയില്ല. അത് മിനിസ്റ്ററുമായിട്ടും MD ആയിട്ട് സംസാരിച്ചപ്പോൾ അത് എഗ്രി ചെയ്തതിന്റെ അടിസ്ഥാനത്തിലാണ് മിനിസ്റ്റർ നാളെ ആ ടൗൺ ടു ടൗൺ ബസ് ഉദ്ഘാടനം ചെയ്യുന്നത് ആര്യങ്കാവിൽ. അതിന്റെ കണ്ടിന്യൂവേഷൻ ആയിട്ട് നമ്മൾ അതേ ടൈമിങ്ങിൽ ആ വണ്ടി എത്തി ഒരു 5 മിനിറ്റ്സോ 10 മിനിറ്റ്സോ നെക്സ്റ്റ് വണ്ടി അവിടുന്ന് സ്റ്റാർട്ട് ചെയ്യും കേരളത്തിനുള്ളിലേക്ക്. കുട്ടാലക്കര, പുനലൂര്, പത്തനംതിട്ട അങ്ങനെ വരും. ഇതാണ് നമ്മൾ പ്ലാൻ ചെയ്തിരിക്കുന്നത്. ബഹുമാനപ്പെട്ട മന്ത്രി വന്നതിൽ ഒത്തിരി സന്തോഷമുണ്ട്. അദ്ദേഹം വൈക്കത്ത് വന്നു. ഞാൻ അദ്ദേഹത്തോട് ചോദിച്ചു, വൈക്കത്ത് വന്നിട്ട് കുമരകത്തൊരു ബോട്ട് യാത്രയൊക്കെ നടത്തിയില്ല? അത് നടത്തിയില്ല, നാളെ രാവിലെ തന്നെ കേട്ടോ. MLA വൈക്കത്ത് വന്നിട്ട് കുമരകത്തൊരു ബോട്ട് യാത്രയ്ക്കൊന്നും നിങ്ങൾ അദ്ദേഹത്തെ വിളിച്ചില്ല. ഞാനിപ്പോ ചോദിച്ചപ്പോൾ വിചാരിച്ച് എല്ലാം അറേഞ്ച് ചെയ്ത് അദ്ദേഹം പോയി കാണുന്നത്. അപ്പൊ നാളെ രാവിലെ അദ്ദേഹത്തിന് വേണ്ടിയിട്ട് KSRTC ഒരു ഹൗസ് ബോട്ട് യാത്ര അറേഞ്ച് ചെയ്തിരിക്കുകയാണ്. ഞങ്ങളപ്പോ യാത്രയിൽ പങ്കെടുക്കണം. അല്ല, എന്നാലും കുമരകം വൈക്കുമെന്ന് പറഞ്ഞാൽ കുമരകമാണല്ലോ ഒരു ടൂറിസ്റ്റ് കേന്ദ്രം. അപ്പൊ അദ്ദേഹം അത് താമസിക്കുന്ന കുമരകത്താണ് അദ്ദേഹം. അപ്പം അദ്ദേഹത്തെ നാളെ രാവിലെ നമ്മളൊരു ബോട്ടിങ്ങിന് കൊണ്ടുപോകും. കാരണം നമ്മുടെ പിന്നെ മുഖ്യമന്ത്രി തമിഴ്നാട് മുഖ്യമന്ത്രി വന്നപ്പോൾ അദ്ദേഹം ഒരു ഹൗസ് ബോട്ട് യാത്ര നടത്തി. അത് വലിയ പത്രത്തിന്റെ ഒക്കെ ഹെഡിങ് ആയിരുന്നു, ഫ്രണ്ട് ഫോട്ടോ ആയിരുന്നു പത്രത്തിൽ തന്നെ. തീർച്ചയായിട്ടും നമ്മുടെ നാട്ടിൽ അദ്ദേഹം ഗസ്റ്റ് ആയിട്ട് വന്നതാണ്. അദ്ദേഹം നമ്മുടെ അതിഥിയാണ്. അപ്പൊ അദ്ദേഹത്തെ മാനിക്കേണ്ടതുകൊണ്ട് ഞാൻ വിചാരിച്ചു എല്ലാം അറേഞ്ച് ചെയ്തിട്ടുണ്ടെന്നാണ് വിചാരിച്ചത്. പക്ഷെ അദ്ദേഹം ഇന്നലെ രാത്രി വൈകിയാണ് എത്തിയത് തമിഴ്നാട്ടിൽ നിന്നും. അദ്ദേഹം ഒരു സാധാരണ രാഷ്ട്രീയക്കാരനല്ല, തമിഴ്നാട് രാഷ്ട്രീയത്തിൽ കരുത്തരായ നേതാവാണ് അദ്ദേഹം. അദ്ദേഹം 2006 മുതൽ MLA ആണ്. തമിഴ്നാടിന്റെ മുൻ മുഖ്യമന്ത്രിയായിരുന്ന ശ്രീ പനീർശെൽവത്തിനെ തെരഞ്ഞെടുപ്പിൽ പരാജയപ്പെടുത്തിക്കൊണ്ടാണ് അദ്ദേഹത്തിന്റെ ആദ്യ മത്സരം. അദ്ദേഹം അവിടെ നിന്ന് ഇങ്ങോട്ട് അദ്ദേഹം ഇപ്പോഴും തമിഴ്നാടിന്റെ MLA മന്ത്രിയുമായിരിക്കുകയാണ്. 2 ആണ്ടിമഠം കന്നം മണ്ഡലങ്ങളെ അദ്ദേഹം പ്രതിദാനം ചെയ്തിട്ടുണ്ട്. അദ്ദേഹം അവിടുത്തെ രാഷ്ട്രീയത്തിലെ ഏറ്റവും ശക്തമായ, നിങ്ങൾക്ക് ഗൂഗിളിൽ കയറി നോക്കിയാലേ ശക്തമായി കാര്യങ്ങളോട് പ്രതികരിക്കുന്ന ഒരു കരുത്തുറ്റ നേതാവാണ് DMK-യുടെ. അദ്ദേഹം മന്ത്രി എന്നേ മാത്രമല്ല, അദ്ദേഹം ഒരു നല്ല സാഹിത്യകാരനും കൂടിയാണ്. അദ്ദേഹം 3 പുസ്തകങ്ങൾ എഴുതിയിരുന്നു. അതിലൊരു പുസ്തകം വളരെ രസകരമാണ്, ഞാനും എൻ്റെ നാട്ടുകാരും എന്നുള്ളതാണ് അദ്ദേഹത്തിന്റെ വിഷയം. മക്കളോട് അനുഭവങ്ങൾ, അതായത് ജനങ്ങൾ, സ്ഥലത്തെ അദ്ദേഹം MLA ആയിരിക്കുന്ന മണ്ഡലത്തിലെ ജനങ്ങളും അദ്ദേഹവും തമ്മിലുള്ള അനുഭവം. ഈ ഇത്രയും വർഷം MLA ആയിരുന്നപ്പോൾ നമ്മുടെ MLA-മാര് പലരും എഴുതാൻ വിട്ടുപോയ ഒരു സാധനമാണ്. ഇങ്ങനൊരു സാധനം ഇപ്പോഴത്തെ അദ്ദേഹത്തിന്റെ ഈ ബുക്ക് കണ്ടപ്പോഴാണ് ഞാനും ആലോചിച്ചു, വേണമെങ്കിൽ ഒന്ന് എഴുതാമല്ലോ. കാരണം നമ്മുടെ ഒരു MLA എന്ന നിലയിൽ ആ നാട്ടിലെ ജനങ്ങളുമായിട്ടുള്ള അദ്ദേഹത്തിന്റെ അനുഭവ ബന്ധങ്ങൾ, അതേക്കുറിച്ചാണ് അദ്ദേഹത്തിന്റെ ഒരു പുസ്തകം. മറ്റേ ചരിത്രവുമായി ബന്ധപ്പെട്ട പുസ്തകങ്ങളാണ്. ചോഴൻ രാജ പ്രജാപതി എന്ന പുസ്തകം, അതുപോലെ തോഴൻ ചോഴൻ, ഇതൊക്കെ അദ്ദേഹത്തിന്റെ ഒരു തമിഴ്നാടിന്റെ ചരിത്രം പഠിച്ചുകൊണ്ട് അദ്ദേഹം എഴുതിയാണ്. അദ്ദേഹം എഞ്ചിനീയറും MBA BTech MBA ആണ് അദ്ദേഹം. അദ്ദേഹം തമിഴ്നാടിന്റെ രാഷ്ട്രീയത്തിലെ ഏറ്റവും കരുത്തുറ്റ നേതാക്കന്മാരൊരാളാണ്. ഇന്ന് വൈക്കത്ത് വന്നത്, അതിൽ നമുക്ക് വളരെ സന്തോഷമുണ്ട്. ഒരു ലളിതമായൊരു ചടങ്ങിൽ പോലും അദ്ദേഹത്തിന്റെ സാന്നിധ്യം നമുക്ക് ഒത്തിരി സന്തോഷമുണ്ട്. അദ്ദേഹം വന്നതിൽ ഞങ്ങൾ എല്ലാവരും സന്തോഷിക്കുന്നു. അദ്ദേഹത്തിന്റെ വരവിൽ ഞങ്ങൾ നന്ദി പറയുകയാണ്. ഈ ബസ് മാത്രമല്ല, ചെന്നൈയിൽ നിന്നൊരു ബസ് കൂടി വരാറുണ്ട്. അത് 6-ാം തീയതി എത്തും എന്നാണ്. ചെന്നൈയിൽ നിന്ന് രാവിലെ പുറപ്പെട്ട് ഇവിടെ എത്തും. അപ്പൊ MB ഒരു ഇത് പറഞ്ഞു, ഒരു പള്ളിയിലെത്തുമ്പോൾ 9 മണിക്ക് ഒരു മലയാളം മാസം, വേളാങ്കണ്ണി ചർച്ചിൽ പോയിട്ടുള്ളവർ ഞാൻ പല ഭാഷകളിൽ ഉള്ള മാസം. അപ്പൊ ഇത് മലയാളത്തിന്റെ ഒരു മാസം. അതിന് മുമ്പ് നമുക്ക് ഇവിടെ എത്താൻ കഴിയണം, ചെന്ന് റെഡിയായി. അതുപോലെ മദ്രാസിലേക്കുള്ള വണ്ടിയിലായിരുന്നു നമ്മൾ പറഞ്ഞു. ചെന്നൈയിൽ എത്തുമ്പോൾ ഒരു 9 മണിക്ക് മുമ്പെങ്കിലും ഡെസ്റ്റിനേഷനിൽ ചെന്നൈ റീച്ച് ചെയ്താൽ മാത്രമേ ഈ വണ്ടിയിൽ പോകുന്നവർക്ക് അത് യൂസ്ഫുൾ ആവത്തുള്ളൂ. പല ജോലിക്ക് രാവിലെ ഓഫീസിൽ പോകേണ്ടവരുണ്ടാവും, ഇന്റർവ്യൂവിന് പോകുന്നവർ, അങ്ങനെ പലരും ഉണ്ട്. അപ്പോൾ നമ്മൾ ബാംഗ്ലൂരും ഇതേ വിഷയം തന്നെ. ബാംഗ്ലൂർ പോകുമ്പോഴും നമ്മൾ ചെന്നിറങ്ങുമ്പോൾ
വൈകി കഴിഞ്ഞാൽ ആളുണ്ടാവില്ല വണ്ടി. കാരണം അവർക്കൊരു 8:30 മണിക്ക് മുമ്പേ ബാംഗ്ലൂർ മെയിൻ സ്റ്റേഷനിലേക്ക് കയറണം. വണ്ടി 8:30 9 മണിക്ക് മുമ്പേ കയറണം. നമ്മളൊരു വണ്ടി 11 മണിക്കാണ് കയറിക്കൊണ്ടത്. വലിയ പരാജയമായിരുന്നു. ഇപ്പോൾ നമ്മൾ 8:30 മുമ്പ് ആക്കിയപ്പോൾ നല്ല കളക്ഷനാണ് വണ്ടി. കാരണം അത് നമ്മളതിന്റെ ഈ യാത്രക്കാരന്റെ പ്രായോഗികത നോക്കിയിട്ട് വേണം വണ്ടി ഓടിക്കാൻ. അല്ല ആരുടെങ്കിലും ഇഷ്ടത്തിനല്ല. യാത്രക്കാർ ആവശ്യമുള്ള വണ്ടിയിൽ ആളുകളാണ്. ഇപ്പൊ പലരും പറയും ഇത് നല്ല വണ്ടിയാണ്. ഞാനൊരു KSRTC ഒരു അവസ്ഥ വെച്ച് പറയുന്നതാണ്. ഈ വണ്ടി നല്ല വണ്ടിയാണ്, പണ്ട് ഭയങ്കര കളക്ഷൻ, എടുത്തു നോക്കുമ്പോൾ കളക്ഷൻ ഇല്ല. ഈ വണ്ടി നിന്ന് പോകുന്നത് എന്തുകൊണ്ടാണ്? അതിന് ഡിമാൻഡ് ഇല്ലാത്തതുകൊണ്ട്. നമ്മൾ ആ സത്യം മനസ്സിലാക്കും. നമ്മൾ പറയുമ്പോൾ എല്ലാ വണ്ടിയും എൻ്റെ വീടിന്റെ വാതിൽ കൂടെ എല്ലാ വണ്ടിയും പോകണമെന്ന് ഞാൻ ആഗ്രഹിക്കുന്നു. ഞാൻ എൻ്റെ മണ്ഡലത്തിൽ പോലും അനാവശ്യമായ വണ്ടി എടുത്തുകൊണ്ട് പോകുന്ന ആളാണ്. പത്തനാപുരം നിയമമണ്ഡലത്തിൽ പോലും അനാവശ്യമായ ഒരു വണ്ടി. കാരണം പത്തനാപുരം നിയമമണ്ഡലത്തിലെ വണ്ടികൾ ഇന്നലെ KSRTCയുടെ കളക്ഷനിൽ 10.5 ലക്ഷം രൂപയാണ് KSRTC പത്തനാപുരം ഡിപ്പോ, ഒരു സബ് ഡിപ്പോ ആയ പത്തനാപുരം കളക്ട് ചെയ്തിരുന്നത്. 10.5 ലക്ഷം രൂപ. അപ്പൊ അവിടുത്തെ ജീവനക്കാരുടെ അശ്രാന്ത പരിശ്രമമാണ്. അനാവശ്യമായ ഒരു വണ്ടി ഓടിക്കാൻ ഞങ്ങൾ സമ്മതിക്കുന്നില്ല. ഇപ്പൊ കേരളത്തിലെ പിന്നെ ആദിവാസി മേഖലകൾ, കുട്ടികൾ ഉള്ള ഒരു ഭാഗത്ത് ഒരു വണ്ടി മാത്രമുള്ള മലയോര മേഖലകൾ, പട്ടികജാതി പട്ടികവർഗപ്പെട്ടവർ താമസിക്കുന്ന പ്രദേശങ്ങൾ, അവിടെ നിന്നുള്ള ഒരു വണ്ടിയും കട്ട് ചെയ്യാൻ ഞാൻ സമ്മതിച്ചു. KSRTC നഷ്ടമുണ്ടോന്നുള്ള ശരിയാണ്. ഏതാണ്ട് 30,000 കിലോമീറ്റർ ഇത്തരം ആവശ്യങ്ങൾക്ക് വേണ്ടി കേരളത്തിൽ വണ്ടി ഓടുന്നത്. 30,000 ഇന്നാലും കണക്കെടുത്ത് നോക്ക്. ഏതാണ്ട് ഇത്തരം ആവശ്യങ്ങൾക്ക് വേണ്ടി ഒരു വണ്ടി മാത്രമുള്ള സ്ഥലം, കുഞ്ഞുങ്ങൾക്ക് പോകാൻ വണ്ടി വരയില്ലാത്ത സ്ഥലങ്ങൾ, അതുപോലെ മലയോര മേഖലകളിൽ കർഷക തോട്ടം തൊഴിലാളികൾ, SC വിഭാഗത്തിൽപ്പെട്ടവരെ അതൊക്കെയുള്ള മേഖലകളിൽ ഒന്നും വണ്ടി കട്ടിയുന്നില്ല. ഏതാണ്ട് 30,000 കിലോമീറ്റർ നഷ്ടത്തിൽ KSRTC ഓടിക്കുന്നുണ്ട്. അപ്പൊ അത് നാട്ടുകാർക്ക് വേണ്ടിയാണ്. അപ്പൊ എപ്പോഴും മനസ്സിലാക്കേണ്ടത് വെച്ചാൽ ഇവിടെ നിന്ന് വേളാങ്കണ്ണിക്ക് ഈ ബസ് നന്നായി പോകുന്ന വിശ്വസിക്കുക. അതിന് കണക്ഷൻ കൊടുക്കാന്ന് പറഞ്ഞാൽ അർത്തങ്കൽ പള്ളിയിൽ നിന്ന് ചേർത്തലയിൽ നിന്നും 2 ആളുകൾക്ക് ഈ ബസ് പുറപ്പെടുന്നതിനും കൂടെ എത്താൻ കഴിഞ്ഞാൽ ഇതിന്റെ കണക്ഷൻ ഇതൊരു കണക്ഷൻ ബസ്സായി പോകണം. എല്ലാ വണ്ടി ഇതൊരു വണ്ടി ഓടിച്ചു, ഇതിന്റെ പുറകെ KSRTC ഒരു വണ്ടി ഓടിച്ചു, അല്ലെങ്കിൽ ഇതിന്റെ മുമ്പിൽ കയറ്റി ഓടിച്ചു, ഇതും നശിക്കും അതും നശിക്കും. അങ്ങനെയുള്ള നശീകരണം ഞാൻ പറയാറുണ്ട്. പ്രൈവറ്റ് ബസ് ഞാൻ ഉള്ള കാര്യം എവിടെയും തുറന്നു പറയുന്ന ആളാണ്. ഒരു പോളിസി ഗവൺമെന്റ് എന്ന് പറഞ്ഞാൽ പ്രൈവറ്റ് ബസ്സിനെ നശിപ്പിക്കുക എന്നുള്ളത്. പ്രൈവറ്റ് ബസ്സുകാർ അവരുടേതായ മര്യാദകൾ പാലിക്കണം. ഏതാ ഗുണ്ടകളെയും ചട്ടമ്പികളെയും ഡ്രൈവറാക്കി വെക്കുക, കണ്ടക്ടറാക്കി വെക്കുക, ക്ലീനറാക്കി വെക്കുക. നമ്മളെ കൊച്ചു മക്കൾ പോലും സ്കൂളിൽ പോകുമ്പോൾ പെൺകുട്ടികളോട് മോശമായി പെരുമാറുന്ന അനുഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട്. അതൊന്നും കേരളത്തിൽ അനുവദിക്കില്ല. ഇന്ന് നമ്മളെ TV-യിൽ കണ്ടു ഒരു ബസ് ഓവർടേക്ക് ചെയ്ത് വന്ന് മറ്റേ വണ്ടിയെ ചേർത്ത് നിർത്തി ഒരുമാതിരി ചട്ടമ്പി തരം. ആ ചട്ടമ്പി തരത്തിൽ 2 വണ്ടിയുടെയും പേര് പെർമിറ്റ് ക്യാൻസൽ ചെയ്യാം, പെർമിറ്റ് റദ്ദാക്കാൻ തീരുമാനിച്ചിരിക്കുക. ഒരു മയം ഈ കാര്യത്തിലില്ല. അതുപോലെ പോലീസ് വെരിഫിക്കേഷൻ വേണം. എല്ലാ പ്രൈവറ്റ് ബസ്സിന്റെയും ഡ്രൈവർ, കണ്ടക്ടർ, ക്ലീനർ ക്രിമിനൽ കുറ്റങ്ങളിൽ പെട്ടിട്ടില്ല എന്ന് പോലീസിന്റെ ക്ലിയറൻസ് ഇല്ലാതെ ഇനി ഒരു വണ്ടിയിലും ഡ്രൈവറെ വയ്ക്കാൻ പറ്റില്ല. ഡ്രൈവറെ കിട്ടാൻ ബുദ്ധിമുട്ടെന്ന് പറയും, കുഴപ്പമില്ല, കിട്ടിയില്ലെങ്കിൽ ഓടിക്കണ്ട. പക്ഷെ നാട്ടുകാർക്ക് ക്രിമിനൽസിനെ കൊണ്ട് ബുദ്ധിമുട്ട്. ഇപ്പൊ കോട്ടയത്ത് ഇന്നലെ പിടിച്ച ആള് ക്രിമിനൽ പശ്ചാത്തലമുള്ള ആളാണ് ഡ്രൈവർ. ലൈസൻസ് സസ്പെൻഡ് ചെയ്തിരിക്കുന്നു. ഡ്രൈവർ ക്രിമിനൽ പശ്ചാത്തലമുണ്ട്. ഇപ്പൊ KSRTC ജോലി കയറണമെങ്കിൽ പോലീസ് വെരിഫിക്കേഷൻ ഇല്ലേ? പ്രൈവറ്റ് ബസ്സിൽ അത് ബാധമാക്കിയിട്ടുണ്ട്, നിർബന്ധമാക്കുകയാണ്. ഈ 1 മാസത്തിനുള്ളിൽ എല്ലാം പരിശോധിക്കും, അല്ലാത്തവരെ പുറത്താക്കും. കാരണം പോലീസ് വെരിഫിക്കേഷൻ സർട്ടിഫിക്കറ്റ് ഏത് ജോലിക്കും ആവശ്യമാണ്. പക്ഷെ ഒരു ഡ്രൈവർ ഇന്നലെ കോട്ടയത്ത് വണ്ടി ചേർത്ത് TV-യിൽ കണ്ട ദൃശ്യം. അതുപോലെ KSRTC ഒരു ഡ്രൈവർ ഇടതുവശത്തൂടെ ഓവർടേക്ക് ചെയ്തു. ഒരു സഹോദരി വണ്ടിയിൽ നിന്ന് ഇറങ്ങുന്ന വളരെ സ്പ്ലിറ്റ് സെക്കൻഡിലാണ് അവർ ജീവൻ രക്ഷപ്പെടുന്നത്. ആ ഡ്രൈവറുടെ ലൈസൻസ് റദ്ദാക്കി. KSRTC ഡ്രൈവറുടെ ലൈസൻസ് റദ്ദാക്കിയിട്ട് നിങ്ങൾ അറിയണം കേട്ടോ, നമ്മളെ മാറ്റേണ്ടി പോകും. അല്ലെങ്കിൽ ലൈസൻസ് സസ്പെൻഡ് ചെയ്തിരിക്കുകയാണ് 6 മാസത്തേക്ക്. ആ പ്രൈവറ്റ് ബസ്സുകാരനെയും ചെയ്തു. കാരണം റോങ് സൈഡ് അയാള് റോഡിന്റെ ടാർ നിർത്തണം, ഒതുക്കി നിർത്തണ്ടേ? ബസ് ആളെ ഇറക്കണമെങ്കിൽ ഒതുക്കി നിർത്തണം, അല്ലെങ്കിൽ നടുറോഡിലല്ലല്ലോ ആളെ ഇറക്കുന്നത്. ഇത്തരം കാര്യങ്ങളിൽ വളരെ സ്ട്രിക്റ്റ് ആയിട്ടുള്ള ഒരു മാനദണ്ഡം വരെയാണ്. ഞാൻ ഇന്നലെ തന്നെ പറഞ്ഞു, ഈ ഡ്രൈവിംഗ് ലൈസൻസ് വെച്ചുള്ള കളികൾ ഇനി കുറഞ്ഞു വരും. ഡ്രൈവിംഗ് ലൈസൻസിൽ നമ്മൾ അതിനുള്ള ചർച്ചകൾ ആരംഭിച്ചിട്ടുണ്ട്. ഡ്രൈവിംഗ് ലൈസൻസിൽ ഈ ബ്ലാക്ക് മാർക്ക് വരാൻ പോവുകയാണ്. 6 തവണ മാർക്ക് വന്നു കഴിഞ്ഞാൽ, പഞ്ചിങ് വന്നു കഴിഞ്ഞാൽ ലൈസൻസ് താനെ അങ്ങ് കട്ടാവും. 1 വർഷത്തേക്ക് ഡിജിറ്റൽ ലൈസൻസ് ആണ് ഇപ്പൊ കേരളത്തിൽ കൊടുക്കുന്നത്. അതുപോലെ തന്നെ ലൈസൻസ് ജയിച്ചു വരുന്നവർക്ക് 2 വർഷം പ്രൊബേഷൻ പീരീഡ് കൊടുക്കാൻ ആലോചിക്കുക. P1 എന്നൊരു സ്റ്റിക്കർ വണ്ടിയിൽ കൊടുക്കും. അതായത് പഠിച്ചു കഴിഞ്ഞ ആദ്യത്തെ വർഷമാണ്. P2 എന്ന സ്റ്റിക്കർ 2ാം വർഷം കൊടുക്കും. കാരണം വണ്ടി ഇംപ്രൂവ് ചെയ്തിട്ടുണ്ട്. അപ്പൊ എതിരെ വരുന്ന ആൾ ഇയാൾ എൽബോർഡ് വെച്ചിരിക്കുന്നതിന് തുല്യമായി ഇയാൾ ഇപ്പൊ ഡ്രൈവിംഗ് പഠിച്ചിട്ട് കുറച്ച് നാളെ സൂക്ഷിക്കണം എന്ന് ബോധ്യപ്പെടുത്താൻ വേണ്ടിയിട്ടാണ് ഒരു സ്റ്റിക്കർ കൊടുക്കാൻ നിങ്ങൾ ആലോചിക്കുക. ഈ 2 വർഷത്തിനിടയിൽ 10 കുറ്റകൃത്യങ്ങൾ പിടിച്ചാൽ ഈ ലൈസൻസിന് റദ്ദായി പോകും. അവ വളരെ ശ്രദ്ധയോടെ ഓടിക്കും. വണ്ടി ഓടിക്കാൻ തുടങ്ങുന്ന മുതൽ ഒരു ശ്രദ്ധയും അച്ചടക്കവും ഉണ്ടായാൽ നമുക്ക് രക്ഷപ്പെടാൻ പറ്റും. ഒരു ഡ്രൈവിംഗിൽ കേരളത്തിൽ ഇല്ലാത്തൊരു കാര്യം ഡ്രൈവിംഗിൽ അച്ചടക്കമില്ല എന്നുള്ളതാണ്. ബഹുമാനപ്പെട്ട തമിഴ്നാട് മിനിസ്റ്ററിന്റെ ഒരു റിക്വസ്റ്റ് ഇருக்கு. ഇക്കെ ലൈസൻസ് கிடைக்காதவர்கள் தமிழ்நாட்டுக்கு போய் லைசன்ஸ் எடுங்க. அங்கே ரொம்ப ஈஸியா இருக்குன்னு சொல்லு. நீங்க கூட கொஞ்சம் ஸ்ட்ரிக்டா இருந்தா ரொம்ப சந்தோஷம். பாலக்காடு எல்லாம் போயிட்டு அங்கே போய் எடுக்க சொன்னேன். அங்கே பஸ் தேவையில்லாத அங்கே போய் எடுத்து திருப்பி இங்கே வந்து அட்ரஸ் மாற்றுമ്പോൾ மறுபடியும் டெஸ்ட் வைக்கும். அது வேற, அது வைக்கக்கூடாதுன்னு இல்லை, அது வைக்கும்.
അപ്പൊ அதனால அங்கே போய் லைசன்ஸ் எடுத்து வரலாம். ஆனா இங்க வந்து மறுபடியும் ടെസ്റ്റ് இருக்கு. അപ്പൊ അതുകൊണ്ട് നമ്മള് ലൈസൻസ് എന്നൊക്കെ പറയുന്ന വിലയുള്ള സാധനം ഈ പ്രൈവറ്റ് ബസ്സായാലും KSRTC ബസ്സായാലും വളരെ ശ്രദ്ധയോടെ ഓടിക്കും. ഇത് വലിയ വാഹനമാണ്. ഈ വാഹനത്തിൽ പോകുന്ന ചെറിയ സ്കൂട്ടറിൽ പോകുന്നവരെയും നടന്നു പോകുന്ന പാവങ്ങളെയും ചിന്തിക്കില്ല എന്ന് പറയുന്ന വളരെ ഡേഞ്ചറസ് ആണ്. എല്ലാ രാജ്യത്തും പോയി കഴിഞ്ഞാൽ കാൽനട യാത്രക്കാർ, സൈക്കിളിൽ പോകുന്നവർ, അങ്ങനെ ചെറിയ വാഹനങ്ങളിൽ പോകുന്നവർക്കാണ് പ്രയോറിറ്റി ലൈസൻസ് എടുക്കുന്നത്. ആംബുലൻസിന് സൈഡ് കൊടുക്കണം. ഇന്നലെ ഞാൻ കണ്ടില്ലേ, കോഴിക്കോട് ഒരു ചെറുപ്പക്കാരൻ വയനാട്ടിൽ നിന്ന് വളരെ അടിയന്തരമായി ഒരു രോഗിയെ കൊണ്ടുവരികയാണ്. ആ ആംബുലൻസിന് 1 മണിക്കൂർ സൈഡ് കൊടുക്കാതെ ഒരു ബൈക്ക് മുന്നിൽ പോകാൻ അയാൾക്ക് ലൈസൻസിന്റെ ആവശ്യമില്ല. അയാൾ വിട്ടിരിക്കട്ടെ, വണ്ടിയെ ഒതുക്കി വെച്ചിട്ട് വിട്ടിരിക്കട്ടെ എന്നാണ്. വണ്ടി പിടിച്ചെടുത്തിട്ടുണ്ട് മോട്ടോർ വെഹിക്കിൾ. അതിനൊന്നും സർക്കാരിന്റെ ഭാഗത്തു നിന്നോ ഡിപ്പാർട്ട്മെന്റ് ഭാഗത്തോ യാതൊരു വിട്ടുവീഴ്ചയും ഉണ്ടാകും. നമ്മുടെ KSRTC ജീവനക്കാരോട് എനിക്ക് പറയുന്നത്, നിങ്ങൾ ഹാർഡ് വർക്ക് ചെയ്യുക, വളരെ ശ്രമിച്ചാൽ. ഇപ്പോൾ തമിഴ്നാട് ട്രാൻസ്പോർട്ട് കോർപ്പറേഷൻ പോലും ലാഭത്തിലല്ല ഓടുന്നത്. നമ്മുടെ ലാഭത്തിലല്ല. ഒരു കാര്യം നമ്മൾ മനസ്സിലാക്കണം, 1 വർഷം മുമ്പത്തെ കണക്കെടുത്ത് പരിശോധിച്ചാൽ KSRTC ഒരു മാസം 2 കോടി രൂപയുടെ നഷ്ടമാണ് ഉണ്ടാക്കുന്നത്. ഒരു ദിവസം 2 കോടി രൂപയുടെ നഷ്ടം. ഒരു ദിവസം. കേരള ഗവൺമെന്റ് ഇടതുപക്ഷ സർക്കാർ അധികാരത്തിൽ വന്നതിന് ശേഷം ഏതാണ്ട് 10,000 കോടി രൂപയാണ് KSRTCക്ക് മാത്രം കഴിഞ്ഞ 8.5 വർഷം കൊണ്ട് പിണറായി വിജയൻ സർക്കാർ നൽകിയിട്ടുള്ളത്. KSRTC ജീവനക്കാരെ മനസ്സിലാക്കാം, പെൻഷൻ കൊടുക്കുന്ന സർക്കാരാണ്. തീരുമാനിക്കുന്ന കാര്യമുണ്ട്. വരവ് കൂട്ടുകയും ചെലവ് കുറയ്ക്കുക എന്നുള്ള സാമ്പത്തിക ശാസ്ത്രം. മുറുക്കാൻ കടയിലെ സാമ്പത്തിക ചോദിച്ചാൽ മൈലേജ് കൂട്ടി കിട്ടിയാൽ കോടികളുടെ നഷ്ടം നികത്താൻ പറ്റും. KSRTCക്ക് ഒരു മാസം ഏതാണ്ട് 2 കോടി രൂപ വെച്ച് 60 കോടി രൂപയുടെ നഷ്ടം ഒരു മാസം ഉണ്ടായിരുന്നു. ഇപ്പോൾ KSRTCയുടെ ശരാശരി നഷ്ടം എന്ന് പറയുന്നത് ഒരു മാസം ഈ 60 കോടിയിൽ നിന്നും 48-50 കോടി, 10 കോടിയോളം നഷ്ടം കുറഞ്ഞിട്ടുണ്ട് KSRTC. അതിനർത്ഥം ദിവസം 2 കോടി എന്നുള്ളത് താഴോട്ട് വന്നിരിക്കുന്നുള്ളതാണ്. നഷ്ടം കുറഞ്ഞിരിക്കുകയാണ് ഓരോ ദിവസവും. അപ്പൊ ഇതൊക്കെ KSRTCയുടെ ജീവനക്കാരുടെ സജീവമായ സഹകരണമുണ്ട്. രാവിലെ എഴുന്നേറ്റ് ഡബിൾ ഡക്കർ ബസ് ശരിയായില്ല, അതിന്റെ പുകയൊക്കെ പരിശോധിക്കുക. തലയ്ക്കകത്ത് ആളാവസം ഇല്ലാതാന്ന് നടത്തുന്നത് അല്ലല്ലോ. തലയ്ക്കകത്ത് ആളാവസം ഉദ്യോഗസ്ഥന്മാരൊക്കെ അങ്ങനെ പറഞ്ഞാൽ കൊള്ളത്തില്ലല്ലോ. ഡബിൾ ഡക്കർ ബസ് ഉണ്ടാക്കി ഇതിനെ നശിപ്പിക്കാൻ രാവിലെ മലന്ന് കിടന്ന് തുപ്പരുത്. ഞാൻ വേറെ ആൾ മന്ത്രിയൊക്കെ ഇരിക്കുന്നങ്ങനെ പറയാതിരിക്കുന്ന നിർത്തിയില്ല. രാവിലെ എഴുന്നേറ്റ് ചാനലുകാർ മുമ്പിൽ ഇരുന്നിട്ട് ഒരു നല്ല കാര്യം ഇന്നലെ നടന്നു വന്ന് എല്ലാ ചാനലുകാരും പറയുന്നു. രാവിലെ എണീച്ച് മലം തരുന്ന തുപ്പുക KSRTCയുടെ മുഖത്തേക്ക്. എന്നിട്ട് നേതാവാന്ന് പറഞ്ഞിട്ട് കാര്യമൊന്നുമില്ല. അത് ചെയ്യാൻ പാടില്ല. എങ്ങനെയെങ്കിലും ഇതൊന്ന് നന്നാവട്ടെ എന്ന് എല്ലാ യൂണിയൻകാരും തീരുമാനിക്കും. റഫറൻഡം ഒക്കെ വരികയാണ്. എല്ലാ യൂണിയൻകാരും ആദ്യം തീരുമാനിക്കും. എന്നോട് പറയും ചോദിക്കട്ടെ, സമരമുണ്ടോ? ഞാൻ പറഞ്ഞ ജീവനക്കാരെ ആവശ്യം പറയാനാണ് ട്രേഡ് യൂണിയൻ സംഘടന. പറയട്ടെ, അത് പരമാവധി ചെയ്തു കൊടുക്കും. ശമ്പളം ഒന്നാം തീയതിയാണോ വാങ്ങിച്ചുകൊണ്ടിരുന്നത്, ഒരുമിച്ചാണോ വാങ്ങിച്ചുകൊണ്ടിരുന്നത് KSRTC ജീവനക്കാർ? പറയുമ്പോൾ നിങ്ങളെല്ലാം ശ്രദ്ധിക്കണം. 2 തവണയായിട്ട് കിട്ടും. അതെന്നാ കിട്ടുന്നത്? 1-ാം തീയതി കഴിഞ്ഞ്, 10-ാം തീയതി കഴിഞ്ഞ്, 15-ാം തീയതി കഴിഞ്ഞ്, 20-ാം തീയതി അടുപ്പിച്ച് ഒന്ന് കിട്ടും. പിന്നെ അടുത്ത കിട്ടുന്ന എപ്പോഴാണെന്നുള്ള കാര്യം ദൈവം തമ്പരാനല്ലാതെ ഒരാൾക്കും പറയാൻ പറ്റത്തില്ല. ഇപ്പൊ അങ്ങനെയാണോ? ഒരുമിച്ച് ശമ്പളം കിട്ടി തുടങ്ങി. ഏതാനും മാസങ്ങൾ, ഈ ഒരു മാസം അല്ലെങ്കിൽ 2-3 ആഴ്ച കഴിയുമ്പോൾ ഒരു ചെറിയ ഡീല് നടക്കാനുണ്ട് ബാങ്കുകളുമായിട്ട്. അത് നടന്നാൽ നിങ്ങൾക്ക് ആദ്യത്തെ ആഴ്ചയിൽ പറ്റുമെങ്കിൽ 1-ാം തീയതി തന്നെ ശമ്പളം തരും എന്ന് പറഞ്ഞിട്ടുണ്ട്. അതിൽ മാറ്റമില്ല. അത് ഗവൺമെന്റിന്റെ ഒരു പ്രഖ്യാപിത ലക്ഷ്യമായി നമ്മൾ കാണുകയും മുന്നോട്ട്. അതിന് വളരെ പണിയുണ്ട്. ഈ പറയുന്ന ആരും ഉപദേശം തന്നിട്ടല്ല. ഈ ഇരിക്കുന്ന CMDയും ഈ ഉദ്യോഗസ്ഥന്മാരും രാവും പകലും കഷ്ടപ്പെട്ട് ഈ ജീവനക്കാര് അവര് പ്രവർത്തനങ്ങളിൽ വളരെ സജീവമായിട്ട് കഷ്ടപ്പെടുന്നു. നിങ്ങൾ ഓരോ ഡ്രൈവറും കണ്ടക്ടറും അതിന്റെ റിസൾട്ടാണ് ഇത് കൊടുക്കാൻ കഴിയുന്നത്. രാത്രി മന്ത്രിക്ക് ഉറക്കമൊന്നുമില്ല. അത് നിങ്ങൾ വിചാരിക്കണ്ട. ശമ്പളം കൊടുക്കാനുള്ള ദിവസമാകുമ്പോൾ എനിക്കും വെപ്രാളമാണ് ഇതെങ്ങനെ കൊടുക്കാം എന്ന കാര്യത്തിൽ. ട്രാൻസ്പോർട്ട് വകുപ്പ് തന്നപ്പോഴേ ഞാൻ മുഖ്യമന്ത്രി പറഞ്ഞു വേറെ ഏതെങ്കിലും വകുപ്പ് തന്നാൽ നന്നായിരുന്നു പറഞ്ഞു കേട്ടോ മന്ത്രിയാക്കി. വേറെ ഒന്നും കൊണ്ടല്ല, പണ്ട് ഞാൻ ഇരുന്നോട്ടെ ഈ ശമ്പളം കൊടുക്കുന്നതിന്റെ അടുത്ത ദിവസമാകുമ്പോൾ നമുക്ക് വയറ്റിൽ അസിഡിറ്റി ഒക്കെ ഉണ്ടാവും. കാരണം വെച്ചാൽ ആദ്യമാണ് കൊടുക്കാൻ പറ്റുമോ. പക്ഷെ ഇപ്പൊ എത്ര പ്രയാസപ്പെട്ടാണ് കൊടുക്കുന്നത് അതിനെപ്പറ്റി മിണ്ടില്ല. ഡബിൾ ഡക്കറിന് പുക പരിശോധന ഇല്ലെന്നാണ്. ഡബിൾ ഡക്കറിന് പുക പരിശോധനയുണ്ട്, ഡബിൾ ഡക്കറിന് ആയസുണ്ട്. ഡബിൾ ഡക്കറിന് 6 മാസം കൊണ്ട് മുടക്കിയതിന്റെ ഇരട്ടി കാശ് തിരിച്ചു പിടിച്ച് കാണിച്ചാൽ അതാണ് ബിസിനസ് എന്ന് പറയുന്നത്. ഈ ഒരു മാസം 2 കോടിയുടെ, ഒരു ദിവസം 2 കോടിയുടെ നഷ്ടത്തിൽ നിന്ന് ഇത് താഴോട്ട് കൊണ്ടുവരാൻ കഴിയുമെങ്കിൽ ഇതെല്ലാം സാധിക്കും. ജീവനക്കാരെ രാഷ്ട്രീയമെല്ലാം മറന്നു വെച്ചിട്ട് ദേവി ഇത് സഹകരിക്കുക. ഇതുപോലെ സന്ദർഭം ഒരിക്കലും നിങ്ങൾക്ക് കിട്ടത്തില്ല. ഇത് ലാസ്റ്റ് വണ്ടിയാണ്. ഈ വണ്ടി വിട്ടുപോയാൽ പിന്നീട് വണ്ടിയില്ല. ഇത് രക്ഷപ്പെടുത്താനുള്ള ഒരു കൂട്ടായ ശ്രമം ജീവനക്കാരും മന്ത്രിയും സർക്കാരും ഉദ്യോഗസ്ഥന്മാരും എല്ലാവരും കൂടെ ചേർന്ന് നടന്ന ഒരു കൂട്ടായ പരിശ്രമമാണ്. അതിനെ കുറിച്ച് ചർച്ച നിലപാടൊക്കെ എടുക്കേണ്ടി വരും. അതിലൂടെ നിങ്ങൾ സഹകരിക്കുക എന്ന് മാത്രമേ പറയാനുള്ളൂ. നിങ്ങളറിയാം, ഈ കടകൾ ഇവിടെ എത്രയോ കെട്ടിടം പണിഞ്ഞ 6 കെട്ടിടങ്ങൾ, ബഹുമാനയുടെ മിനിസ്റ്റർ ക്ഷമിക്കണം ഒരു കാര്യം പറയണം, 6 കെട്ടിടങ്ങൾ മൂവാറ്റുപുഴ, തൊടുപുഴ, അരിപ്പാട്, പത്തനംതിട്ട, പിന്നെ ആലുവ KSRTC ബസ് ടെർമിനൽ പണിഞ്ഞിരിക്കുകയാണ്. പാലക്കാട്
അടക്കം MLA-മാരെ ഫണ്ട് ഉപയോഗിച്ച് നിർമ്മിച്ചതുണ്ട്, സർക്കാരിന്റെ ഫണ്ട് ഉപയോഗിച്ചു, KSRTC ഫണ്ട് ഉപയോഗിച്ചു. ഇതിനൊറ്റ ഒരെണ്ണത്തിലും മുനിസിപ്പാലിറ്റി നമ്പർ ഇട്ടിട്ടില്ല എന്നുള്ളത്. മുനിസിപ്പാലിറ്റി നമ്പർ ഇട്ടാൽ ഈ ബസ് സ്റ്റേഷൻ എല്ലാം കൂടി ജീവനക്കാരും നാട്ടുകാരും മനസ്സിലാക്കണം, മാധ്യമങ്ങളും മനസ്സിലാക്കണം. ഈ 6 ബസ് സ്റ്റേഷൻ നമ്പർ ഇട്ടാൽ KSRTC ഒരു മാസം 4 കോടിയിലധികം രൂപയുടെ ലാഭം, 3 മുതൽ 4 കോടിക്കധികം വരുമാന വർധനമുണ്ടാവും. കളയുകയാണ് ഓരോ മാസവും. ഇതെന്നു തുടങ്ങി, ഇതെന്നോട്ടാണ് നമ്പർ ഇടാത്ത? ഇന്നൊന്നല്ല, 2-3 കൊല്ലമായി നമ്പർ ഇടാൻ കിടക്കുകയാണ്, പണി തീർന്ന് കിടക്കുകയാണ്. പക്ഷെ നമ്പർ ഇടാനുള്ള ഒരു പരിശ്രമവും ഇല്ല. അതിന് പറയുന്ന കാരണം STP വെച്ചില്ല എന്നാണ് പറയുന്നത്. നിസ്സാര കാര്യങ്ങളാണ്. ഞാനിപ്പം LSCD മിനിസ്റ്റർ ശ്രീ രാജേഷുമായിട്ട് തന്നെ ഞങ്ങൾ മീറ്റിംഗ് ഉണ്ടായിരുന്നു, അദ്ദേഹമായിട്ട് സംസാരിച്ചു. ഇതിനൊരു പരിഹാരം ഉണ്ടാക്കിയേ പറ്റുള്ളൂ. കാരണം ഇത് ഒരു ചെറിയ ചെറിയ കാര്യങ്ങൾ പറഞ്ഞു. ഇപ്പൊ ആശാൻ ഇവിടെ പറഞ്ഞു, ഇവിടെ ഒരു ഷോപ്പിംഗ് മോൾ പണിയണം. തീർച്ചയായിട്ടും നല്ല സ്ഥലമാണ്, അടിപൊളി സ്ഥലമാണ്. ഇത് 2001 ഞാൻ മന്ത്രിയായിരിക്കും ഇവിടെ വന്നോന്ന് ആലോചിച്ചിട്ട് പോയതാണ്. അത് കഴിഞ്ഞ് ഞാനങ്ങ് രാജിവെച്ചു, പിന്നെ നടന്നില്ല. പക്ഷെ ഇപ്പോൾ ഞാനൊരു കാര്യം പറയാം. MLA-യുടെ MP-യുടെ ഫണ്ട് ഉപയോഗിച്ച് നമുക്ക് MLA-മാരാണ് പൈസ തരുന്ന സാധനം തന്നാൽ നല്ലൊരു ബസ് ടെർമിനലും ഷോപ്പിംഗ് മോളിലാണ് ചേർത്ത് പണിയാം. ധനകാര്യമന്ത്രി ഒന്ന് കണ്ടാൽ അടുത്ത ബഡ്ജറ്റിൽ ഒരു 10-15 കോടി രൂപ വയ്ക്കാമെന്ന് പറഞ്ഞാൽ മതി, വെച്ചിട്ട് അത് വെച്ച് തന്നാലും മതി. അങ്ങനെ ഒരു വകുപ്പുണ്ട്. ഇപ്പൊ KSRTC-ക്ക് നേരിട്ട് പൈസ കൊടുക്കാനില്ല, ഉള്ള കാര്യം പറയാമല്ലോ. നമ്മൾ 100 രൂപ ഇറക്കിയാൽ നമുക്ക് 500 രൂപ കിട്ടാനുള്ള വല്ല പരിപാടിയെ പറ്റി നോക്കിയാൽ മതി, വേറെ ഒരു കാര്യവുമില്ല. KSRTC പക്ഷേ ചെയ്യുന്നുണ്ട്. അടിയന്തരമായി ചെയ്യുന്നത് ടോയ്ലറ്റുകൾ പണിയുക എന്നുള്ളതാണ്. അതിനകത്ത് ബഹുമാനപ്പെട്ട MP ഇപ്പോൾ ഒരു കാര്യം പറഞ്ഞു. അദ്ദേഹം ഒരു ഓഫർ തരുമെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. ഇവിടെ ഒരു ടോയ്ലറ്റിന്റെ കുറവുണ്ട്, എല്ലായിടത്തും ഉണ്ട്. അത് വളരെ പ്രധാനമാണ്. യാത്രയിൽ കാത്തിരിപ്പും ടോയ്ലറ്റ് സൗകര്യങ്ങളും നല്ല ഭക്ഷണവും. ഇപ്പൊ നമ്മുടെ ബസ് സ്റ്റേഷനുകളെല്ലാം കുത്തകകൾ കൈയടക്കി വെച്ചാണ്. റെസ്റ്റോറൻറ്റ് നടത്താൻ നോക്കിയാൽ കാഞ്ചീന എന്ന് പറഞ്ഞ് പിടിച്ചു വെച്ച് വർഷങ്ങളായിട്ട് കുത്തുകളാണ്, എല്ലാം കുത്തകളാണ്. ഇതെല്ലാം അവസാനിപ്പിക്കാൻ വേണ്ടിയിട്ടാണ് ഈ ബസ് പോകുന്ന വഴിക്കെല്ലാം നല്ല ബെസ്റ്റ് സ്ഥലങ്ങളിൽ നിർത്തിയത്. തമിഴ്നാട് ട്രാൻസ്പോർട്ടിനും ചിന്തിക്കാവുന്നതാണ്. ഞങ്ങൾ ഈ വണ്ടി പോകുന്ന വഴിക്കെല്ലാം ബെസ്റ്റ് ഹോട്ടൽസ് അക്രഡിറ്റ് ചെയ്തിട്ടുണ്ട് KSRTC. ആ ലിസ്റ്റിൽ തന്നെ നിങ്ങളും വണ്ടി നിർത്തിയാൽ നമ്മുടെ പാസഞ്ചേഴ്സിന് നല്ല ഫുഡ് കിട്ടും. ഈ വണ്ടി പോകുന്ന വഴിക്കുള്ള ലിസ്റ്റ് അക്രഡിറ്റഡ് റെസ്റ്റോറൻറ്റ്സിന്റെ ലിസ്റ്റ്, ടോയ്ലറ്റ്, മിനിമം ടോയ്ലറ്റ് ഫെസിലിറ്റി, ലേഡീസ് ടോയ്ലറ്റ് മിനിമം 2 നമ്പർ, 3 number gents toilet, 50% seating capacity, hygiene, everything is inspected.